ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ മൈനകളുടെ വ്യാപനം തടയാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം 30,000-ഓളം പക്ഷികളെ പിടികൂടി കൂട്ടിലടച്ചതായി ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിലുള്ള വന്യജീവി വികസന വകുപ്പ് അറിയിച്ചു. രാജ്യത്ത് അധിനിവേശ മൈന കിളികളുടെ വ്യാപനം തടയുന്നതിനും നിലവിലുള്ളതിന്റെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിനുമായി ആരംഭിച്ച ദേശീയ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. ഇതേ തുടർന്ന് പദ്ധതി നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ മൈനകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായും അധികൃതർ അറിയിച്ചു. 2024 നവംബർ മുതൽ 2025 ജനുവരി വരെയുള്ള കാലയളവിൽ 9,934 പക്ഷികളെയാണ് പിടികൂടിയത്. ഇതോടെ പദ്ധതിയുടെ തുടക്കം മുതൽ 27,934 മൈനകളെ പിടികൂടിയതായും മന്ത്രാലയം വിശദീകരിച്ചു. 27 സ്ഥലങ്ങളിലായി സ്ഥാപിച്ച 434 കൂടുകളിലായാണ് ഇന്ത്യൻ കാക്കകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മൈനകളെ പാർപ്പിച്ചിരിക്കുന്നത്. അതേസമയം മൈനകൾ മനുഷ്യരെ ആക്രമിക്കില്ലെങ്കിലും രാജ്യത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഖത്തർ അധികൃതർ അവയുടെ വ്യാപനം തടയുന്നതിനായുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഇവ പ്രാദേശിക സസ്യങ്ങൾക്കും പക്ഷികൾക്കും കാർഷിക വിളകൾക്കും വരുത്തുന്ന നാശവും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതും കണക്കിലെടുത്തായിരുന്നു ഇത്. ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. റമസാനിൽ യാചകർക്കെതിരെ കർശന നടപടികളുമായി കുവൈറ്റ് പോലീസ്. രാജ്യത്തെ വിവിധ പള്ളികൾക്കും മാർക്കറ്റുകൾക്കും മുന്നിൽ ഭിക്ഷയാചിച്ചതിന് അറബ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 11 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 8 സ്ത്രീകളും 3 പുരുഷന്മാരും ഉൾപ്പെടുന്നു. ഇത്തരം നിരോധിത പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനായി ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് സൗദ് അൽ സബാഹിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് അറസ്റ്റ് എന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ പിടിയിലായവരിൽ ചിലർ വിസിറ്റ് വിസകളിലോ ഫാമിലി റെസിഡൻസി പെർമിറ്റുകളിലോ രാജ്യത്ത് പ്രവേശിച്ചവരാണെന്നും മറ്റുള്ളവരെ തൊഴിൽ വിസകളിൽ കൊണ്ടുവന്നതാണെന്നും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു. രാജ്യത്തെ സ്റ്റേഡിയങ്ങളിലേക്ക് അനധികൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ദുബൈ പോലീസ്. കായിക സൗകര്യങ്ങളുടെയും പരിപാടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന UAE നിയമം കർശനമായി പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. അപകടകരമായ വസ്തുക്കൾ, പടക്കങ്ങൾ, കത്തുന്ന വസ്തുക്കൾ തുടങ്ങിയ അപകടകരമായ സാധനങ്ങൾ സ്റ്റേഡിയങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കാണികൾ, കളിക്കാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പോലീസ് ഓർമ്മപ്പെടുത്തി. അതേസമയം ഈയിടെ നടന്ന ഫുട്ബോൾ മത്സരങ്ങളിലേക്ക് മറൈൻ സൈറൺ സംവിധാനങ്ങളുമായി സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ആരാധകരെ ദുബൈ പോലീസ് തടഞ്ഞു നിർത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശക്തമായ മുന്നറിയിപ്പുകളുമായി ദുബൈ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ദുബൈ പോലീസ് ഓപ്പറേഷൻസ് അഫയേഴ്സ് അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ അബ്ദുള്ള അലി അൽ ഖൈത്തി വ്യക്തമാക്കി. ഈ കാര്യത്തിലുള്ള ദുബൈ പോലീസിന്റെ സന്നദ്ധതയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും അദ്ദേഹം ഉറപ്പ് നൽകി. എല്ലാ മത്സരങ്ങളിലും കളിക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും കാണികളുടെയും സുരക്ഷ നിലനിർത്താൻ സുരക്ഷാ ടീമുകൾ, ട്രാഫിക് പട്രോളിംഗ്, മൗണ്ടഡ് യൂണിറ്റുകൾ എന്നിവയെല്ലാം സജ്ജമാണ്. സ്റ്റേഡിയത്തിനകത്തും പുറത്തുമുള്ള എല്ലാ വ്യക്തികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വാഹനങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗെയിമുകൾക്ക് മുമ്പും ശേഷവും ആവശ്യമായ എല്ലാ സേവനങ്ങളും നൽകുന്നതിനും ദുബൈ പോലീസും സജ്ജമാണ്. ആരാധകരോട് അവരുടെ ടീമുകളെ പിന്തുണയ്ക്കുമ്പോൾ നിയമം പാലിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. UAEയിൽ പൊടിക്കാറ്റ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണം. നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി പൊടിക്കാറ്റുണ്ടാകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ പങ്കുവച്ചു. പൊടിക്കാറ്റിന്റെ സമയത്ത് വാഹനമോടിക്കുന്നത് ഏറെ വെല്ലുവിളിയുണ്ടാക്കുന്ന കാര്യമാണ്. പൊടിക്കാറ്റ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ദൂരക്കാഴ്ച കുറയുമെന്നത് മാത്രമല്ല, ടയറുകളിൽ മണൽ ചിതറിക്കിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ദുബൈ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഔദ്യോഗിക ലേണേഴ്സ് ഹാൻഡ്ബുക്കിൽ RTA പറയുന്നത് പ്രകാരം റോഡുകളിലെ മണൽ അപകടകരമാണ്. കാരണം ടയറുകളുടെ ഗ്രിപ്പ് കുറയുകയും റോഡിന്റെ വശങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇത് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും. ഇനി ഇത്തരം കാലാവസ്ഥകളിൽ റോഡിൽ സുരക്ഷിതരായിരിക്കാൻ പാലിക്കേണ്ട 5 നിയമങ്ങളും അധികൃതർ വ്യക്തമാക്കി. വാഹനം ഓടിക്കുന്നതിന് മുമ്പ് വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകൾ പരിശോധിക്കണം.
പൊടിക്കാറ്റുകൾ ദൃശ്യപരത കുറയ്ക്കുമെന്നതിനാൽ കാറിന്റെ ഹെഡ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനമാണ്. RTIയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.rti.ae-യിൽ പൊടി നിറഞ്ഞ കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് കാറുകളുടെ ഹെഡ്ലൈറ്റുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നതാണ് മറ്റൊന്ന്. RTI ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഔദ്യോഗിക ലേണേഴ്സ് ഹാൻഡ്ബുക്കിൽ പറയുന്നത് പ്രകാരം എതിരെ വരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള പൊടി എതിരെ വരുന്ന വാഹനങ്ങൾ റോഡിലെ കുഴി അല്ലെങ്കിൽ വളവ് പോലുള്ള സംഭവങ്ങൾ കാണാൻ കഴിയാതെ വന്നാൽ അപകടങ്ങൾക്ക് കാരണമാകും. വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ വന്ന് പതിയുന്ന പൊടി കാഴ്ചയെ തടസ്സപ്പെടുത്തിയേക്കാം. അതിനാൽ വേഗത കുറയ്ക്കുകയും മുന്നിലുള്ള വാഹനത്തിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കുകയും വേണം. റോഡിന്റെ അവസ്ഥയ്ക്ക് സുരക്ഷിതമായ വേഗതയിൽ വാഹനമോടിക്കുകയും ചെയ്യുക. കാരണം വാഹനം നിർത്താൻ ഇത്തരം കാലാവസ്ഥകളിൽ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം. അതേസമയം വാഹനമോടിക്കുമ്പോൾ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കാതിരിക്കുക എന്നതാണ് മറ്റൊന്ന്. കുറഞ്ഞ ദൃശ്യപരിധിയുള്ള സാഹചര്യങ്ങളിൽ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധ ഡ്രൈവിംഗിൽ മാത്രമായിരിക്കണം. വാഹനമോടിക്കുന്നവരോട് അബുദാബി പോലീസ് കുറഞ്ഞ ദൃശ്യപരിധിയുള്ള സാഹചര്യങ്ങളിൽ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിർദ്ദേശിച്ചിരുന്നു. ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക എന്നതാണ് മറ്റൊന്ന്. പൊടി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വാഹനമോടിക്കുമ്പോൾ വാഹനമോടിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം അവബോധമുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. വാഹനമോടിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കരുതെന്നും നിങ്ങളുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം വാഹനമോടിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. വാഹനങ്ങളുടെ വിൻഡോകൾ അടച്ചിടണം. സുരക്ഷയ്ക്കായി വിൻഡോകൾ അടച്ച് AC ഓണാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും RTI മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഹനങ്ങൾ നിശ്ചിത അകലം പാലിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണവുമായി ദുബൈ പോലീസ്. റോഡിൽ വാഹനങ്ങൾ തൊട്ടുമുമ്പിലുള്ള വാഹനത്തിൽ നിന്നും അകലം പാലിക്കാതെ തൊട്ടുരുമി പോകുന്ന ടെയിൽ ഗേറ്റിംഗ് നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നും ദുബൈ പോലീസ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ദുബൈ പോലീസ് മുന്നറിയിപ്പ് നൽകി. ദുബൈ പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടായത്. മദീനയിലെ പ്രവാചക പള്ളിയോട് ചേർന്ന് പ്രവാചകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷെരീഫിലേക്കുള്ള പ്രവേശനം ഇനി കൂടുതൽ എളുപ്പത്തിലാകും. ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും ഇതിനായി നുസുക് ആപ്പിൽ പുതിയ ഫാസ്റ്റ് ട്രാക്ക് സേവനം ആരംഭിച്ചിരിക്കുകയാണ് സൗദി അധികൃതർ. മദീനയിലെ പ്രവാചക പള്ളിയെന്ന് അറിയപ്പെടുന്ന മസ്ജിദുൻ നബവിയുടെ സമീപത്തുള്ള വ്യക്തികൾക്ക് റൗളയിലേക്ക് തൽക്ഷണം അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇതോടെ ഒരിക്കൽ റൗള ഷെരീഫ് സന്ദർശിച്ച ശേഷം 365 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും പ്രവേശനം അനുവദിക്കൂ എന്ന നിബന്ധന ഇല്ലാതാകുമെന്നും അധികൃതർ അറിയിച്ചു. പ്രവാചക പള്ളിയുടെ നിശ്ചിത ചുറ്റളവിലുള്ളവർക്ക് മാത്രമേ നുസുക് ആപ്പിലെ പുതിയ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ലഭ്യമാവുകയുള്ളൂ. ഇത് ഓരോ 20 മിനിറ്റിലും അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇതുവഴി റൗള ഷെരീഫ് പ്രവേശനത്തിനായി പുതിയ സ്ലോട്ടുകൾ ആപ്പിൽ ലഭ്യമാകും. പുതിയ സംവിധാനം വഴി ഒരാൾക്ക് വർഷത്തിൽ ഒരു തവണ മാത്രമേ റൗള ഷെരീഫ് സന്ദർശനം പാടുള്ളൂ എന്ന നിബന്ധനയും ഇല്ലാതാകും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.